സാധാരണ കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും കാണപ്പെടുന്ന നാഡീവ്യൂഹ വികസനവുമായി ബന്ധപ്പെട്ട ഒരു തകരാറാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം അഥവാ ADHD. ഒരു കാര്യത്തിലും ശ്രദ്ധ നൽകാനാകാതെ വരുന്ന ഇൻഅറ്റൻഷൻ, ഒരു കാര്യത്തിലും ക്ഷമയില്ലാതെ എടുത്തുചാടി ഓരോന്ന് ചെയ്യുന്ന ഇംപൾസിവിറ്റി, ഒരിക്കലും അടങ്ങിയിരിക്കാതെ ഓടി നടക്കുന്ന ഹൈപ്പർ ആക്ടിവിറ്റി, ഇവയൊക്കെയാണ് ADHD എന്ന് പറയാം. ADHD ചിലപ്പോൾ കുട്ടികളിലെ പെരുമാറ്റ പ്രശ്നങ്ങളായും തോന്നിയേക്കാം. ഇതുള്ള ഒരു കുട്ടിക്ക് അത്തരം പെരുമാറ്റം മാറ്റാനും കഴിയില്ല. ഇതേക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ തിരുവനന്തപുരം റീഹാബി ഹെൽത്തിലെ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയാട്രിക്സ് വിഭാഗത്തിലെ ഡോക്ടർ അഞ്ജിത ലക്ഷ്മിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അറ്റൻഷൻ ഡെഫിഷ്യൻസി, അതായത് ശ്രദ്ധ കുറവ്, ഇൻഅറ്റൻഷൻ, ഹൈപ്പർ ആക്ടിവിറ്റി, അതായത് പിരിപിരിപ്പ്, ഇമ്പൾസിവിറ്റി, അതായത് ക്ഷമയില്ലായ്മ, അവനവന്റെ ടേൺ വരുന്നത് വരെ കാത്തിരിക്കാൻ പറ്റാത്ത, ഈ മൂന്ന് കാര്യങ്ങൾ ഉള്ള ഒരു കണ്ടീഷൻ. ഈ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ചോ അല്ലെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം കൂടുതലായോ വരുന്നതിന് നമ്മൾ ADHD എന്നുള്ള ടാഗ് ചെയ്ത് വെക്കുന്നു. ഈ ADHD എന്ന് പറയുന്നത് ഒരു ഡെവലപ്മെന്റൽ ഡിസോർഡർ, അതായത് ബുദ്ധി വികാസത്തിലും ബൗദ്ധിക വളർച്ചയിലും വരുന്ന ഒരു അവസ്ഥയായിട്ടാണ് പറയുന്നത്. നമ്മൾ ഇങ്ങനെയുള്ള ഒരു അസുഖം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഡയഗ്നോസ് ചെയ്തെടുക്കുമ്പോൾ അത് ചെയ്യുന്നത് ചില ടെസ്റ്റുകളുടെ ഇതിൽ വെച്ചിട്ടാണ്, ടെസ്റ്റുകളെ ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ പറയുന്ന ടെസ്റ്റുകളിൽ ആദ്യം പറയുന്ന ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഈ പറയുന്ന അവസ്ഥ അല്ലെങ്കിൽ ഈ പറയുന്ന ക്ലിനിക്കൽ ഫീച്ചേഴ്സ് അറ്റ്ലീസ്റ്റ് 6 മാസമെങ്കിലും കുട്ടിക്ക് ഉണ്ടായിരിക്കണം എന്നാണ്. 6 മാസമെങ്കിലും ഈ പറയുന്ന എന്താ, അതിപ്പോ ശ്രദ്ധ കുറവാണെങ്കിലോ പിരിപിരിപ്പാണെങ്കിലോ ഇപ്പൊ അടങ്ങിയിരിക്കുന്നില്ല എന്ന് പറഞ്ഞതാണെങ്കിലോ അല്ലെങ്കിൽ ഇമ്പൾസിവിറ്റി ആണെങ്കിലോ 6 മാസമെങ്കിലും കുട്ടിക്ക് തുടർച്ചയായി ഉണ്ടായിരിക്കണം. 2 സ്ഥലങ്ങൾ, ഇപ്പൊ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ വീട് കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതലുള്ള സ്ഥലം സ്കൂൾ. അപ്പൊ ടീച്ചർക്കും വീട്ടിലുള്ള കുഞ്ഞിന്റെ അമ്മയോ കുഞ്ഞിനെ നോക്കുന്ന ആരാണോ പ്രൈമറി കെയർ ഗിവർ എന്നാ പറയാ, അവരാർക്കെങ്കിലും, അമ്മയ്ക്കും തോന്നണം അല്ലെങ്കിൽ ടീച്ചർക്കും തോന്നണം, 2 പേർക്കും തോന്നണം 6 മാസവും ഈ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഇത് ഒരു ADHDയിലേക്ക് നമ്മൾ അതിനെ ഡയഗ്നോസിസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബ്രാൻഡിങ് നമ്മൾ അവിടെ ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു ഇതിനെ ഐസൊലേറ്റഡ് എപ്പിസോഡ്സിനെ നമ്മൾ ADHD എന്ന് പറയാറില്ല. പക്ഷേ ഒരു കുട്ടി അവന്റെ പ്രായത്തിനേക്കാളും കൂടുതൽ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അവന് പിരിപിരിപ്പുണ്ട്, അവന് പഠനത്തിൽ ബുദ്ധിമുട്ടുണ്ട്, അമ്മയ്ക്ക് എന്തെങ്കിലും സംശയമുണ്ട്, ടീച്ചർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇവാലുവേറ്റ് ചെയ്ത് നോക്കണം. കുട്ടിയുടെ വളർച്ചയിൽ എന്തെങ്കിലും തകരാറ് കണ്ടാൽ വിദഗ്ധരുടെ സഹായം തേടുക. ഡെവലപ്മെന്റൽ ഡിലേ ചികിത്സിക്കാവുന്ന അവസ്ഥയാണ്.